ആനിക്കോട് കാവിൽ ഭഗവതി ഐതിഹ്യം. ആനിക്കോട് ദേശത്തിൻ്റെ കാവൽ ദേവതയാണ് കാവിൽ ഭഗവതി. കാവിലെ ഭഗവതി എന്നതിൽ നിന്നാണ് കാവിൽ ഭഗവതി എന്ന പേര് ഉണ്ടായത്. ദേവിയുടെ യഥാർത്ഥ പേര് കാപ്പോതി എന്നാണ്. കാപ്പിക്കാട്ടിൽ നിന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് കാപ്പോതി എന്ന് വിളിക്കുന്നത്. ചിലർ കാവിലമ്മ, കാപ്പിൽ ഭഗവതി എന്നും പറയാറുണ്ട്. ദേവലോകത്തു നിന്നും ആദിപരാശക്തി ലോകരക്ഷാർത്ഥം ഭൂമിയിലേക്ക് പുറപ്പെട്ട ദേവി കാള, കുതിര എന്നിവയുടെ പുറമേറി സഞ്ചാരം കൊണ്ടും പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന പൂടൂര് ദേശവും സർവഭാവങ്ങൾ നീക്കുന്ന അമരാവതി പുഴയും, ഇന്നത് പൂടൂർ പുഴ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അമരാവതി പുഴയും കണ്ടപ്പോൾ ദേവി ഏറെ നേരം ഗ്രാമചന്തം നോക്കി നിൽക്കുകയും സന്ധ്യയായപ്പോൾ പുണ്യനദിയിൽ നീരാടി ധ്യാനത്തിന് കാപ്പിക്കാടേറി. ഈ കാപ്പിക്കാടിൻ്റെ വലിയൊരു പ്രത്യേകത, കാകൻ കഴുകൻ പറക്കും കാട്, കുയിൽ മയിൽ കൂവും കാട്, പാമ്പ് പഴുതാര പുളയും കാട്, കുറുക്കൻ ചെന്നായി ഓളിയിടും കാട്, ആനയോളം കുണ്ടുള്ള കാട്, പോത്തോളം കുന്നുള്ള കാട്, സസ്യലതാതി വൃക്ഷങ്ങൾ ഉള്ള കാട്, പുല്ലാണി വള്ളിപ്പടർപ്പുള്ള കാട്, കുന്തിരിക്ക ചീനിക്ക തേനുള്ള കാട്, ഔഷധ സസ്യങ്ങളേറെ ഉള്ള കാട്. കാപ്പിക്കാട്ടിൽ കുടിയിരുന്ന ദേവി നടുപ്പാതിരിക്ക് ദേശസഞ്ചാരം നടത്തുകയും പുലർവെള്ളി പൊട്ടുന്ന നേരം അഞ്ചുമൂർത്തി കടവിൽ നീരാടാൻ പോവുകയും ചെയ്യുന്ന പതിവ് തുടങ്ങിയത്രേ. നടുപ്പാതിരയ്ക്ക് പുലർനേരത്തെ ചിലങ്ക ശബ്ദം കേട്ടുവെന്നും മിന്നലൊളി കണ്ടുവെന്നും നാട്ടുകാർ പറയാൻ തുടങ്ങി. നാൽക്കാലികളെ വളർത്തി ജീവിക്കുന്ന പറയക്കുടിലിലെ പറയകന്യക വള്ളിക്കയറും അരിവാളുമായി പുല്ലരിയാൻ കാപ്പിക്കാടേറി. അരിവാൾ തലപ്പിൻ്റെ മൂർച്ച കൂട്ടാൻ അവിടുത്തെ കല്ലിൽ രാഗിയ നേരം കല്ലിൽ നിന്നും ചോര പൊടിഞ്ഞ് ഒഴുകിയത്രേ. അത് കണ്ട് പേടിച്ച നിലവിളിച്ച് പറയകന്യക കാര്യം നാട്ടുകാരെ അറിയിച്ചു. ബ്രാഹ്മണർ പല്ലിക്കാട്, കക്കാട്, പരിയാർത്ത്, വഴക്കാട് എന്നീ നായർ തറവാട്ടുകാരും പറയർ, പാണർ, കണക്കൻ, മണ്ണാൻ, ഇറയർ, വടുകർ, ഈഴവർ, വെള്ളത്തലക്കെട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിം എന്നിവർ അത്ഭുത കാഴ്ച കാണാനെത്തി. പ്രമാണിമാരുടെ നിർദ്ദേശപ്രകാരം കല്ല് പുഴക്കും നേരം മൂന്നായി പിളർന്നു. ജ്യോതിഷി വന്ന് രാശി വെച്ചു. കല്ലിൽ ദുർഗാചൈതന്യം ഉണ്ടെന്നും കാറ്റും മഴയും വെയിലുമേറ്റ് ഇരിക്കാൻ ദേവിക്ക് ഇഷ്ടമാണെന്നും പറഞ്ഞു. അവിടെ കൂടിയ എല്ലാവരും ചേർന്ന് ദൈവശാസ്ത്രപ്രകാരം ആൽമരച്ചോട്ടിൽ വടക്ക് നോക്കി ദേവിയെ കുടിയിരുത്തി. ദേശക്കാർ ഒന്നിച്ച് കണ്ടെത്തിയ ആദ്യ പൂജയാണ് കൂടിക്കൂട്ടൽ പൂജ. അന്നേരം കോമരൻ തുള്ളി വന്ന് കൽപ്പന ചൊല്ലി. പരദേശി വന്നോ, മക്കൾ വന്നോ, 8-64 വന്നോ, കീഴ്മന്ന് കൂട്ടം ഒപ്പമുണ്ടോ, വെള്ളത്തലക്കെട്ട് കൂടെയുണ്ടോ, കാടണഞ്ഞ ഞാൻ കാപ്പോതി, കാവിൽ ഭഗവതി കാപ്പോതി, അസുരവിത്തുക്കളെ മാറ്റി നിർത്താം, ഇരുകാലി നാൽക്കാലി വിത്ത് പാടങ്ങളെ കാലാകാലം കാത്തുകൊള്ളാം, കുംഭത്തിൽ 3-ാം വെള്ളിയാഴ്ച ദേശക്കാർ കൂടി വേല കൊൾവിൻ എന്നു പറഞ്ഞത്രേ. മതമൈത്രി വലിയ സന്ദേശം നൽകുന്ന വലിയൊരു ഐതിഹ്യം ആനിക്കോട് കാവിൽ കാപ്പോതി ഭഗവതിക്ക് ഉണ്ട്.